കോഴിക്കോട് മേപ്പയ്യൂരിൽ UDYF DYFI സംഘർഷം. മേപ്പയ്യൂർ ഹൈസ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. മേപ്പയ്യൂർ ടൗണിൽ പ്രകടനം നടത്തിയ UDYF DYFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷബീർ ഒമർ ചേരുന്നുണ്ട്. ഷബീർ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് സംഘർഷത്തിന് കാരണം? ഷഹന, ഇന്ന് വൈകിട്ടാണ് മേപ്പയ്യൂർ ടൗണിൽ UDYF DYFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. കഴിഞ്ഞ ദിവസം നടന്ന മേപ്പയ്യൂർ ഹൈസ്കൂളിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സംഘർഷമുണ്ടായത്. ഇന്നലെ തെരഞ്ഞെടുപ്പിൽ ആദ്യം UDSF വിജയിച്ചു. ഈ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDSF വിജയിച്ചു എന്ന് പ്രഖ്യാപനമുണ്ടായി. അതിനുശേഷം SFI പ്രവർത്തകർ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ റീകൗണ്ടിംഗ് നടത്തുകയും തുടർന്ന് SFI ഈ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുകയും ചെയ്തു എന്നാണ് UDFന്റെ ആരോപണം. ഈ സംഭവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു CPM സ്കൂൾ മാനേജ്മെന്റ്, സ്കൂൾ അധികൃതരും PTA ഉൾപ്പെടെയുള്ള സ്കൂൾ അധികൃതരും ചേർന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ആരോപണം ഇന്നലെ തന്നെ UDF ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് UDYF ഇന്ന് മേപ്പയ്യൂർ ടൗണിൽ പ്രകടനം നടത്തിയത്. ഇതേ സമയം തന്നെ DYFIയും ഈ തെരഞ്ഞെടുപ്പിനിടെ, ഈ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടെ UDF പ്രവർത്തകർ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞ് ആ സംഭവത്തിൽ DYFIയും പ്രകടനം നടത്തി. രണ്ട് പ്രകടനവും ഒരേ സമയം മേപ്പയ്യൂർ ടൗണിലെത്തുകയും ഈ പ്രകടനത്തിനിടെ പരസ്പരം കോഴിക്കോട് മേപ്പയ്യൂരിലാണ് UDYF DYFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത്.